ഒരു പാതിരാത്രിയിൽ നടന്ന കൊടും ചതി എന്നാണ് ഈ സംഭവത്തെ പറ്റി നാട്ടുകാർ പറയുന്നത്. അധിനിവേശ രാജാക്കന്മാർ ഈ പാവപ്പെട്ടവരുടെ ഉറക്കം കെടുത്തുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതും അർദ്ധരാത്രിയിൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന 5G ടവറുകൾ ഈ പാവപ്പെട്ട അടിസ്ഥാന ജനത തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു 10,000 രൂപ പഞ്ചായത്തിൽ ഫീസ് അടയ്ക്കാതെ എന്താണെങ്കിലും ഈ ചതി ഇവിടെ നടക്കില്ല. എന്നിട്ടും പഞ്ചായത്ത് വാർഡ് മെമ്പർ പറയുന്നു, ഞാൻ ഇപ്പോഴാണ് ഇതറിയുന്നത് എന്ന്. പറഞ്ഞു വരുന്നത് വടവങ്കോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് FACT കോളനിയിൽ നടക്കുന്ന ഈ അതിക്രമത്തെ കുറിച്ചാണ്. എൻ്റെ പേര് KP അയ്യപ്പൻകുട്ടി. ഞാൻ ഈ ജനകീയ സമിതിയുടെ കൺവീനറാണ്. ഇത് കഴിഞ്ഞ 4-ാം തീയതിയാണ് ഞങ്ങൾ ഇത് അറിയുന്നതും ഇങ്ങനെ ഒരു മൊബൈൽ ടവർ ഇവിടെ വരുന്നതും. കാരണം 250-ഓളം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയാണിത്. ഇവിടെയാണ് ഈ ടവർ വന്നിരിക്കുന്നത്. ഈ ടവർ വന്നിരിക്കുന്നത് ഒരു പട്ടികജാതിക്കാരൻ്റെ തന്നെ പുരുഷൻ മുരുകൻ എന്ന് പറയുന്ന അതിൻ്റെ വീടിൻ്റെ 1 മീറ്റർ പോലും അകലമില്ലാതെയാണ് ഈ ടവർ സ്ഥാപിക്കാനായിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ അതേപോലെ ഇത് 1964 FACTക്ക് സ്ഥലമെടുത്ത് ഇവിടെ വന്നേക്കുന്ന കോളനിയാണ്. ആ കോളനിയിലെ പട്ടികജാതിക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അത് ഇത്രയും ആളുകൾ അധിവസിക്കുന്ന ഒരു മേഖലയിൽ ഇതേപോലുള്ള ഒരു മൊബൈൽ ടവർ വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആ വീടിന് അതിനോട് അരികിലുള്ള വീടുകൾക്ക് നാശം സംഭവിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒരു കാരണവശാലും ഇതിവിടെ ഈ ടവർ ഉയരാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അപ്പം അതിന് വേണ്ട നടപടികൾ അധികാരികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം സമരസമിതി ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ പറയും. സഹോദരങ്ങളെ, ഇത് ഈ 4-ാം തീയതി അല്ലേ, 4-ാം തീയതി അർദ്ധരാത്രിയിൽ വടവൂർ പുത്തൻകുരിശ് പഞ്ചായത്തിന്റെ 12ാം വാർഡിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ആളുകളൊക്കെ അന്തി ഉറങ്ങി കിടന്നുറങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ടവറിന് ഉത്ഭവം നടക്കുന്നത്. അവിടെ ആരും പ്രതീക്ഷിച്ചില്ല. പല ആളുകളും ഈ രാത്രികാലങ്ങളിൽ അന്വേഷിക്കേണ്ട ആവശ്യകത ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല. പിറ്റേ ദിവസം എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ 3 കാല് വാർത്തിട്ടിരിക്കുന്നു. ആളുകളെ ഈ കാര്യം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വീടിന് വേണ്ടിയിട്ടാണ്, അത് മുകളിൽ നിലപണിയുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള തെറ്റായ ധാരണയിൽ ഇവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ പിന്നീടാണ് ബോധ്യമായത് ഇതൊരു ടവറാണ്, അത് നമുക്ക് എല്ലാവർക്കും ഉപദ്രവമാണ്, മാരകമായ രോഗങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. 1 വയസ്സ് മുതൽ ആ താഴെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. അവരെ കണ്ടടിച്ചു പോകും, ഹാറ്റ് പോകും, അല്ലേ സാറേ? അപ്പൊ അത് അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന സ്ഥലത്താണ് വീടിനോട് ചേർന്ന് ഒരടിയില്ല. ഇവരൊക്കെ പറഞ്ഞ് തെറ്റാണ്. ഒരടി സ്പേസ് ഇല്ല. ഒരടി സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് 15 മീറ്റർ 40 മീറ്റർ ദൂരം ഹൈറ്റുള്ള ഒരു ടവർ ഇവിടെ ഉയരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് നമ്മളേക്ക് വിശ്വാസവഞ്ചനയാണോ, എന്താണ് അതിനെ കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് പറയാൻ പറ്റില്ലാത്ത സാഹചര്യമാണ്. പക്ഷേ ഇത് ഇവിടെ നിലനിർത്താൻ ഈ പ്രദേശത്തുള്ള കോളനി നിവാസികളും അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും താല്പര്യമില്ല. എന്തു വന്നാലും ശരി ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും അത് അനുവദിക്കാൻ പാടില്ല എന്ന സമരഭടന്മാരും ഈ പ്രദേശവാസികളും ഒറ്റക്കെട്ടായിട്ട് പറയുന്നതിന്റെ ഒപ്പം തന്നെ ഈ സമരം എന്ത് ജീവൻ കൊടുത്താലും ശരി, എത്ര ആളുകൾക്ക് മരണത്തിന് വിധേയമായാലും ശരി, ഈ സമരം നിലനിൽക്കും. ഇത് പോകുന്നതുവരെ ഇതിവിടെ വേണ്ട എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഉള്ള അഭിപ്രായം. കോടതി വിധികളൊക്കെ അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ആളുകളൊന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ പല ആളുകളും നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പട്ടികജാതിക്കാരായതിന്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അത് പട്ടികജാതിക്കാരനാണ്, അവൻ അവിടെയെങ്കിലും മാറി നിന്നുകൊള്ളും. അവരെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ഈ സമരത്തിന് നേതാവായ ശ്രീ K. കുമാർ, നമ്മുടെ KP അയ്യപ്പൻകുട്ടി, മറ്റു സമര നേതാക്കന്മാർ, ഈ സമരത്തിന് എന്നെ ഇവിടെ വിളിച്ച നമ്മുടെ സമരസമിതിക്ക് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. കാരണം ഇതുപോലത്തെ ആ രീതിക്കുള്ള സമരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പുറകോട്ടല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ സമരം ചെയ്യുന്നത്.
കരിമോൾ മുറ്റിപ്പനാസാഗയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ സമുദായത്തിൻ്റെ അംഗങ്ങളുടെയും പിന്തുണ ഈ സമരത്തിന്, ഈ സമയം രാപ്പകൽ സമരത്തിന് എപ്പോഴും പിന്തുണ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇതുപോലത്തെ അനീതി എന്ന സമരങ്ങളും ഇതുപോലെ ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുമ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി നടത്തുന്ന ഈ പ്രോജക്റ്റ് നിയമപാലകരും അതുപോലെ തന്നെ ഇതിനെ ഒത്താശ ചെയ്യുന്ന ചില മാനേജ്മെന്റ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമകളൊക്കെ വളരെ നീചമായ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. കാരണം ഒരു ദിവസം കൊണ്ടല്ല ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. ഒരു 1-2 കൊല്ലം കൊണ്ട് ഇവർ കണക്ക് കൂട്ടി വെച്ച ഒരു പ്രോജക്റ്റാണ് ഇത്. ഈ നവംബർ 4-ാം തീയതിയാണ് ഈ ജനങ്ങൾ അറിയപ്പെടുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ഫൗണ്ടേഷനാണ് അവിടെ കാഴ്ചവെച്ചത്. അവർ പറഞ്ഞത് ഒരു വീടിൻ്റെ ഫൗണ്ടേഷനാണെന്ന് പറഞ്ഞത്. നമ്മുടെ സ്വന്തം ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഫൗണ്ടേഷൻ. അപ്പോൾ അവൻ ചോദിക്കുകയും ചെയ്തു ഇതെന്താണ്. അപ്പോൾ ഒരു വീടിന് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു 3 പില്ലറുള്ള ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ കാണുന്നത്. ആ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രോജക്റ്റ് വരുന്ന ടവറിൻ്റെ, ഞാൻ മെക്കാനിക്കൽ വർക്കായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഫ്ലാഞ്ച് ഉൾപ്പെടെയുള്ള അതിൻ്റെ ബോട്ടം ഉൾപ്പെടെയുള്ള പ്രവർത്തനം, ബോൾട്ടിംഗ് ആണ് മൊത്തം, അത് ഉൾപ്പെടെയാണ് അവർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, ഒരു കുഴിയിലാണ്. പക്ഷേ ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയി. അത് കണ്ടതുകൊണ്ട് നമ്മൾ മറ്റുള്ള സമുദായ നേതാക്കന്മാരെയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇത് മനസ്സിലായി ഇതൊരു പ്രോജക്റ്റാണ്, ഇത് വീടിൻ്റെ പണിയല്ല. അങ്ങനെയുള്ള ഒരു ജനസാന്ദ്രമായ ഒരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവിടുത്തെ അധികാരികളും മെമ്പർമാരും ഈ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഉള്ളതാണ്. ഈ വോട്ട് മേടിച്ചിട്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിരുന്ന പ്രവർത്തനം ഒരിക്കലും കാഴ്ചവെക്കില്ല എന്നാണ് ഈ അധികാരികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിൻ്റെ എന്നാണ് ഈ പ്രോജക്റ്റ് ഫോം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും ഈ ജനങ്ങളെ കാണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ സമരം ഇതൊരു ദിവസത്തെ സമരമല്ല. ഈ പ്രോജക്റ്റ് ഇന്ന് ഇവിടെ ഒഴിഞ്ഞു മാറുന്ന അന്ന് വരെ സമരം ഇവിടെ ഈ സമരത്തിന് പിന്തുണയുണ്ടാവും. KPMCൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരു കണ്ണും വെളിച്ചവും വിദ്യാഭ്യാസവും കിട്ടിയപ്പോൾ പ്രതികരിച്ചപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവിടുത്തെ ഭരണാധികാരി വർഗങ്ങളൊക്കെ നമ്മളെ അടിച്ചമർത്തുകയും ചെയ്യുന്നത് ഈ കമ്പനിയുടെയും ഈ മാനേജ്മെന്റിന്റെയും ഈ ഭരണക്കാരുടെയൊക്കെ തണലിൽ വിരാജിക്കുകയാണ് ഇവിടെ. ഇതിനെതിരെ പടപൊരുതേണ്ട നമ്മൾ അയ്യങ്കാളിയുടെയും അംബേദ്കറുടെയും പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും അടിമുടി ഉയരണം. നമ്മളുടെ മുമ്പിൽ ചോദ്യങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ ചൂണ്ടാനുള്ളതാണ്, ഉയർത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. അയ്യങ്കാളി പറഞ്ഞെന്താ, 10 BA-ക്കാരെ കണ്ട് മരിച്ചാൽ മതി എനിക്കിതാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ 10-10,000 BA-ക്കാരുണ്ട്. ആരെങ്കിലും സമൂഹത്തിൽ നെറിയെന്ന് ചോദ്യം ചെയ്യാറുണ്ടോ? അവരുടെയൊക്കെ കീജയ് വിളിക്കുക പലരും. കീജയ് വിളിക്കുക തെറ്റൊന്നുമില്ല. കാരണം നമ്മൾക്ക് നിലനിൽക്കണേ അവരൊക്കെ വേണം. പക്ഷേ നാം ആരാണ്, നാം എന്താണ്, നമ്മുടെ അവകാശങ്ങൾ എന്താണ് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യത്തിൽ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ ആരും തന്നെ ഈ വിവരം അറിഞ്ഞില്ലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മളിപ്പോ ഈ സംഭവം നമ്മൾ അറിഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. ഇത് രഹസ്യമായിട്ടാണ് സംഭവം അവിടെ നടന്നിട്ടുള്ളത്. ഈ വ്യക്തി ഈ സ്ഥലത്തിന്റെ ഓണറാക്കി രഹസ്യമായിട്ടാണ് നടത്തിയത്. പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ ഇതിന്റെ ഇന്റിമേഷൻ ആണ് ഇപ്പൊ ഈ ടവർ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. NOC-കളൊന്നും ഇവിടെ നിന്നല്ല പോകുന്നത്, എല്ലാം അവിടെ കളക്ടറേറ്റ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് വരാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല. ഇവിടെ 15/10 ഇതിന്റെ 10,000 രൂപ ഫീസ് അടയ്ക്കാനായിട്ട് ഇവിടെ വന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ. അപ്പൊ അതൊന്നും ആ സമയത്തൊന്നും നമ്മളിത് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഈ വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, ഇവിടെ വരുന്നുണ്ടായിരുന്നു. പുള്ളി വീടിന് ആവശ്യത്തിന് വേണ്ടിയാണ് പെർമിറ്റ് എടുക്കാനാന്ന് പറഞ്ഞ് ഈ വ്യക്തി ഇവിടെ വരുന്നു പോകണ്ടായി. പക്ഷെ ഇത് അറിഞ്ഞില്ല. ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് സംഭവം പറ്റി ഇത് നമ്മുടെ അടുത്ത് അത് അറിയിപ്പ് തന്നില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനുള്ള നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഒരു അറിയിപ്പ് നമുക്ക് നൽകായിരുന്നു. അപ്പൊ നമ്മളെന്തായാലും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മളപ്പോ ഇതിലിടപെടുകയും അതുപോലെ തന്നെ അവിടെ സമരം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജനകീയ സമിതി അവിടെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അവിടുത്തെ നമുക്കൊരു പ്രശ്നം, ഇപ്പൊ ടവർ നിർമ്മാണം റേഡിയേഷൻ ഉണ്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഇപ്പൊ അംഗീകരിക്കില്ല. ഇപ്പൊ കോടതിയിലാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ തന്നെ ഭരണസമിതികളാണെങ്കിലും ഇത് അംഗീകരിക്കില്ല. അപ്പൊ നമുക്ക് അവിടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ വീടുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പൂഴി മണ്ണാണ്. ആ പൂഴി മണ്ണിലാണ് കൊണ്ടുപോയിട്ട് വെച്ചേക്കുന്നത്. അപ്പൊ അത് മറിഞ്ഞ് വലിയൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളിത് പറഞ്ഞു ഇവിടെ വെക്കാൻ പറ്റില്ല, അതിന് വെച്ച സ്ഥലം നിങ്ങൾ വേറെ നോക്കി ചെയ്യണം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് കളക്ടറേറ്റിൽ ഒരു പരാതി കൊടുത്തു.
അവിടുത്തെ ജനകീയ സമിതിയുടെ പേരിൽ തന്നെ. അപ്പൊ അതിനൊക്കെ നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു വാർഡ് പ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഒപ്പമുണ്ട്. ഓക്കെ ഓക്കെ. നമ്മളിവിടെ അന്യതപ്പെട്ട് കിടക്കുന്ന ഒരു തോന്നലുകൾ ഈ സമൂഹത്തിലുണ്ട്. നമുക്ക് നമ്മുടെ നേരെ എന്ത് വന്നെന്ന് പറഞ്ഞാലും ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു തോന്നലുകളാണ് ഇതുപോലത്തുള്ള കമ്പനികളും ഇതുപോലത്തെ വ്യക്തികളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു മാഫിയ തന്നെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു മുഖമാണ് ഈ FICT എന്ന് പറയുന്ന ഈ മേഖലയിൽ നമ്മുടെ പ്രദേശം മാത്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. അതിന് ഏത് വിധേനയോ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ട ഓരോ ഉത്തരവാദിത്തപ്പെട്ടവർ നമുക്കെല്ലാം. എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്? നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവരുടെ സുരക്ഷിതത്വം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഈ സമരം എന്ന് പറയുന്ന ഈ സമരം നടക്കുന്ന ഈ ടവറിന്റെ ദൂഷ്യഫലങ്ങളാണ് വലുതാണ്. പല ആൾക്കാരും പറയും ഇതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ടവർ അതല്ല. ഈ ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്ന ഇപ്പൊ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്ര ഇതിനകത്ത് റേഡിയേഷൻ വരും. പക്ഷെ ഒരു ടവർ ആണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ഫോണിലേക്ക് ചെല്ലണ്ട ആ ഇലക്ട്രോ മാഗ്നറ്റ് റേഡിയേഷൻ ഒരു ടവറിൽ നിന്നാണ് പുറപ്പെടുന്നത്. പക്ഷെ ഒരു ഫോണിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കോള് വരുമ്പോഴാണ് അതിന് റേഡിയേഷൻ ഉണ്ടാകുന്നത്. ഇത് ഏത് സമയം 24 മണിക്കൂറും ഇതിന് റേഡിയേഷൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു ടവർ വന്നിട്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരം അവിടുത്തെ സാധാരണപ്പെട്ട മത്സ്യം പിടിച്ച് ഉപജീവനം കഴിയുന്ന പട്ടിണിപ്പാവുകളുടെ ഇടയിലേക്ക് കൊണ്ടിട്ടാണ് ഈ ടവർ സ്ഥാപിക്കാൻ വേണ്ടി വന്നത്. ആ സ്ഥാപിക്കാമെന്ന സാധനങ്ങൾ ഞങ്ങൾ എടുത്തു മാറ്റുകയും അത് പാടെ തന്നെ നമ്മൾ ഇല്ലായ്മപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ ഈ നിയമങ്ങൾ അത് കാറ്റിപ്പറത്തുന്നു. ആഴ്ചക്ക് മുമ്പ് ഇവിടെ ഈ ഇതിന്റെ സ്ഥല ഉടമയായ അദ്ദേഹത്തിന്റെ പറമ്പിൽ മറ്റേ നമ്മുടെ ഈ നീല ടർപ്പായൊക്കെ വലിച്ചു കെട്ടി ഒരു ചെറിയ കുഴി പോലുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഈ വലിയ മഴയുടെ സമയത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ വീട് പണിയാൻ വേണ്ടിയുള്ള ഫില്ലർ വർക്കാണെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഞാനത് മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി ടാങ്ക് വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ടവറിന് അനുമതി കൊടുത്തിട്ടുള്ള ഒരു നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയും അതുകൊണ്ടാണ് നമ്മുടെ സമീപവാസികളെയും അതുപോലെ സമുദായ എല്ലാവരും ചിന്തിച്ചു കൊണ്ടുവന്ന് സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. FICT കോളനി 12ാം വാർഡ്. FICT കോളനി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് FICTക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്ഥലമല്ലേ ഇത് കോളനി? അതെ. അപ്പം ഈ കോളനിയിലേക്ക് ഇങ്ങനൊരു ടവർ സംവിധാനം കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് ഇതിൽ നിന്ന് നല്ലൊരു സാമ്പത്തികം കിട്ടിയിട്ടുമുണ്ട്, കിട്ടുകയും ചെയ്യും. കാരണം ഈ കോട്ടയം ജില്ലയുടെ അതിർത്തി എറണാകുളം ജില്ലയുടെ അതിർത്തിയായ നീർപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു ടവർ വന്നു. ആദ്യം ഇതേമാതിരി ഒരു കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ, നമുക്ക് പൊതുവെ അറിയാം എല്ലാ വീടുകളിലും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇപ്പം ഒരു വിധത്തിലാണ് മറ്റൊരു വിധത്തിൽ തൊഴിലിനായിട്ട് പോകുന്നവരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും പോയി 2-3 പേര് അവിടെ ഇരുന്ന് അവർ ഈ പണിക്കാരോടൊരു കുശലം ചോദിക്കുന്ന പോലെ ചോദിച്ചാണ് ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു കുഴി എടുക്കുന്നതെന്ന് ചോദിച്ച്, കല്ല് വെട്ടാനാണോ എന്ന് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ ടവർ വരാൻ പോവുകയാണ്. ടവറോ? എന്ത് ടവർ? അന്നേരമാണ് പറഞ്ഞത് ഇവിടെ എയർടെല്ലിൻ്റെ ടവർ മൊബൈൽ ടവർ വരാൻ പോവുകയാണ്, നിങ്ങളുടെയൊക്കെ മൊബൈലിൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞ്. അപ്പം നിങ്ങളറിയാതെ നിങ്ങളുടെ അനുവാദമില്ലാതെയാണോ ഇതിവിടെ പണിതെന്ന്? ഡേഞ്ചർ ആയിരിക്കുന്ന സാധനം ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ പരിസരവാസികളായിട്ടുള്ളവരുടെ അനുവാദവും അംഗീകാരവും ഒപ്പും വേണം അതിന്. ഒന്ന്. രണ്ടാമത് ഈ സ്ഥലം ഉടമ ഇവർക്ക് ഈ സ്ഥലം കൊടുക്കുമ്പം അത് പഞ്ചായത്ത് അറിഞ്ഞിരിക്കും, കളക്ടർ അറിഞ്ഞിരിക്കും. കളക്ടർ അത് നേരെ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞിരിക്കുമ്പോൾ ഈ സെക്രട്ടറിയോട് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് പറയുന്നത്. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എന്ത് ചെയ്യണം? മെമ്പറോട് പറഞ്ഞിട്ട് അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളുമായി ഈ സ്ഥലം സന്ദർശിച്ച ശേഷം അവിടെ ഇതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് സാറേ. പ്രത്യേകിച്ച് അതൊരു പട്ടികജാതി കോളനിയും കൂടിയാണ്. അതുകൊണ്ട് അതവിടെ വെക്കാൻ അസാധ്യമാണ്.
ഞാൻ അവിടുത്തെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് താല്പര്യമില്ലെന്നാണ് പറഞ്ഞ്. അതുകൊണ്ട് അതവിടെ വെക്കാൻ സാധ്യമല്ല എന്നൊരു റിപ്പോർട്ട് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിവിടെ വരത്തില്ല. ഈ പട്ടികജാതി കോളനിയെ കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ ഇതിൻ്റെ ഉടമസ്ഥന് ആദ്യം ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ മൊബൈൽ ടവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടവറിൻ്റെ അധികാരികളെ ആദ്യം 10 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. പിന്നെ ഇത് പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ 20 ലക്ഷം കൊടുക്കും. പിന്നെ നല്ലൊരു തുക മാസാമാസം ആ ഉടമസ്ഥൻ്റെ അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞതും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞതും അവർക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ സമീപവാസികൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. അവരേത് നിയമ നടപടി സ്വീകരിച്ചോട്ടെ, പോലീസിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതിയിൽ ഞങ്ങൾ കേസ് പോയി പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങളിത് നടത്തുമെന്നാണ് പറയുന്നത്. എന്ത് നിയമം വന്നോട്ടെ, മനുഷ്യന് ആവശ്യമില്ലാത്തൊരു നിയമം വിധി ആർക്ക് വേണം? ഇവിടെ നല്ലൊരു റോഡ് വേണം. ഇവിടെ ആർക്കെങ്കിലും ഒരു സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ എടുത്ത് അന്നേരം തന്നെ വണ്ടിയിൽ കയറ്റി വണ്ടി ഓടാനുള്ള ഒരു സൗകര്യം വേണം. നമുക്ക് കുടിവെള്ളം വേണം. നമുക്ക് നല്ലൊരു വീട് പണിയണം. ഇതിനുള്ള സാഹചര്യം ഒരുക്കി തരേണ്ട സർക്കാർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ല ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ. എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നത്. മഴയത്താണ് അതിവിടെ പാടില്ല. എൻ്റെ പേര് ഷൈല, 12ാം വാർഡിലാണ്. ഈ ടവർ പണിയണതിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരങ്ങൾ ചെയ്യണത്. പിന്നെ ഞങ്ങളുടെ അമ്മുമ്മമാർ, അച്ഛൻ, അങ്ങനെ പ്രായമായ അസുഖമുള്ള എല്ലാവരും ഉണ്ട്. അപ്പം മാരകമായ രോഗമാണ് ഇതിൽ നിന്ന് വരണേന്നാണ് ഞങ്ങളുടെ അറിവ്. അപ്പം ഇത് വേണ്ട, മരണം വരെ ഞങ്ങൾ ഇതിന് സമരം ചെയ്യും. പിന്നെ ഈ കുഴി മൂടണമെങ്കിൽ അതിൻ്റെ അവിടെ വെച്ചേക്കണ സാധനങ്ങളെല്ലാം പൊളിച്ച് മാറ്റിയതിന് ശേഷം കുഴി മൂടാൻ കാരണം അതിന് ശേഷം അതിന് മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവരത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ രാവും പകലും ഞങ്ങൾ ഉറക്കം പോയിട്ട് കുറേ ദിവസങ്ങളായി. 4-ാം തീയതി മുതൽ ഞങ്ങൾ രാത്രിയിലും പകലും ഒരു വണ്ടി വരുമ്പോഴും ഞങ്ങളിങ്ങനെ വാതിൽ തുറന്ന് രാത്രിയാണെങ്കിലും ഞങ്ങൾ പുറത്ത് വന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളായിട്ട് മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഷീബ ബിനു, ഞങ്ങൾ മൊബൈൽ ടവർ തൊട്ട് താഴെയുള്ളവരാണ്. ഞങ്ങൾ ഇതിനെ അനുവദിക്കില്ല, അത്രയും പറയാനുള്ളൂ. തൊട്ട് ചേർന്നാണ് ഈ മൊബൈൽ ടവർ സ്ഥാപിച്ചേക്കുന്നത്. ഇതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഈ കുട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാം പ്രായമാർക്കും ദോഷം ചെയ്യുന്ന ഈ ഒരു മൊബൈൽ ടവർ ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല. പേര് ശാന്തകുട്ടൻ. എൻ്റെ വീട് ഇവിടെ തൊട്ട് താഴെയാണ്. ഈ മൊബൈൽ ടവർ ഇവിടെ എടുത്തപ്പോൾ അവർ കുഴി മൂട്ടിയൊക്കെയാണ് ഇതെല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നാളേക്ക് ഒരു മഴയത്ത് ഞാൻ വരുമ്പോഴാണ്, എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുപോകണതും മഴയത്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുക എല്ലാം ചെയ്യണത്. അതിവിടെ പാടില്ല. 12ാം വാർഡിൽ ഇഷ്ടംപോലെ പിള്ളേരും കുഞ്ഞുങ്ങളും ഞങ്ങൾ തള്ളന്മാരൊക്കെ ഞങ്ങൾക്ക് സുഖമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിവിടെ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ പേര് വേലായുധൻ. കുഴിക്കാടുന്ന് റിഫൈനറി സ്ഥലത്തൂടെ പോകുന്ന അവിടെ നിന്ന് ഇതുപോലെ ഈ മലിനീകരണം കാരണമാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് കമ്പനി സ്ഥലത്തും കൂടെ പോകുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു ടവർ പണിയാനായിട്ട് പോരാത്തിന് ഈ ചുറ്റുവട്ടത്ത് തന്നെ 100-400 കുടുംബങ്ങൾ താമസിക്കണം. അത് പുലിയരായിട്ടും പല ജാതിക്കാരായിട്ടും. നമ്മൾ ജാതി പറഞ്ഞ് ഇങ്ങനെ ഇതാവണമല്ല, എല്ലാവരും താമസിക്കണം. അപ്പോൾ ഇവിടെ ഈ കാർബണിൻ്റെ മലിനീകരണം കാരണം കിടക്കാനും പോലും പറ്റണില്ല. അപ്പോൾ ഈ ടവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ സുഖമില്ലാത്ത കൊച്ചു പിള്ളേരുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്കും അത് പാടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ ടവർ വരാൻ പാടില്ല. പിന്നെ അതുമല്ല, എൻ്റെ വീടിന് തൊട്ട് സൈഡിൽ തന്നെ 3 പിള്ളേരുണ്ട്. സുഖമായിട്ട് കിടക്കണ പിള്ളേരാണ്. അപ്പോൾ എണിച്ച് നടക്കാൻ പോലും അവരെ വിളിച്ചു കൊണ്ടാണ് വോട്ട് പോലും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇതുണ്ടല്ലോ, അല്ല അത് വണ്ടിയിൽ കൊണ്ടുപോയി അത് എണിക്കാൻ വർത്താനം പോലും സംസാരിക്കാൻ പോലും കഴിയാത്ത പിള്ളേരാണ്. 2 പെണ്ണൂരാണ്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരും. അല്ല അതേ തന്നെ പറഞ്ഞു വരും. പക്ഷേ പഞ്ചായത്തല്ല, ജില്ലാ കളക്ടറല്ല, ഇനി മുഖ്യമന്ത്രി വന്നാലും ശരി, ഇവിടെ വന്നാലും ശരി, ഈ ടവർ പണിയാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങണവൻ്റെ കൊരവള്ളി കണ്ടിക്കും, കൊരവള്ളി. പേര് മുരുകൻ. അപ്പോൾ ഈ ടവർ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇത്രയും വരെ പണി അവരവിടെ ചെയ്തു വെച്ചല്ലോ, അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അല്ല, മൂടി വെച്ചുള്ള പണിയായിരുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള സ്ഥലം ചോദിക്കൂല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ വീട് വെക്കണമെന്നാണ് പറഞ്ഞാൽ. ആദ്യം വീട് പണിയാണ്.
വീട് പണിയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അത് കെട്ടിയപ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റേ വാള് പണിതപ്പോൾ അങ്ങനെ തന്നെ വീട് പണിയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ആ വാള് പണിതപ്പോൾ തന്നെ. ഇനി ഇതിനിപ്പോൾ ഇത് ടവറിൻ്റെ കാര്യം പുള്ളി പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും തൊട്ടടുത്തുള്ള ആളെന്നുള്ള രീതിയിൽ? ബുദ്ധിമുട്ടാണ്, പിള്ളേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വീട്ടിൽ ചിലപ്പോൾ അത് പൂഴിമണ്ണായതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലേക്ക് മറിഞ്ഞു വീഴും. അത് മറിഞ്ഞു വീഴും. വീണ എന്താണ് അതിന്റെ ഗൗരവം എന്നുള്ളത് മനസ്സിലായോ? ഗൗരവം പറഞ്ഞു മനസ്സിലായി. എത്ര പറയാനുള്ളത് വേറെ പറയാൻ കിട്ടണ്ട. ടവർ വേണ്ട. എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ട്? സമരമായിട്ട് മുന്നോട്ട് പോകും. വിജയം വരെ. ഇവിടെയുള്ള ആൾക്കും ഈ ഒരു ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിവിടെ വെച്ച് കാട്ടാൻ ഞങ്ങൾ ശ്യാം, ഞാൻ ഈ പരിസരവാസിയാണ്. ഈ ടവർ തന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഇവിടെ ഞങ്ങളിവിടെ എല്ലാ കാര്യത്തിലും 4-ാം തീയതി മുതൽ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഈ ചൊവ്വാഴ്ച ഇന്ന് ഒരു യോഗം കൂടി അതിൻ്റെ തീരുമാനം വൈകിട്ടത്തേക്ക് ഞങ്ങളെ അറിയിക്കുന്ന എന്നുള്ള രീതിയിലാണ് പണി ഞങ്ങൾ നിർത്തി വെച്ചിട്ട് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറയുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. ഞങ്ങൾ ഈ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പണി നിർത്തി വെക്കാൻ വേണ്ടി SI മുഖേനയാണ് എത്ര ദിവസത്തേക്ക് ഞങ്ങൾക്ക് പണി നിർത്തി വെക്കാനുള്ള ഒരു അധികാരം എന്നുള്ള രീതിയിൽ കിട്ടിയത്. ഇതുകൂടാതെ മലയാളം ടിവിയുടെ അന്വേഷണത്തിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ ധാരാളം നടന്നതായി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ക്യാൻസറും റേഡിയേഷനും, ക്യാൻസറും റേഡിയേഷനും വേണ്ട വേണ്ട വേണ്ടിവിടെ.